കുടിച്ചേക്കാം. എന്തിനാ ഇത്ര ഉപ്പിട്ടെ? കുടുംബത്തിന് വേണ്ടി നീ എന്തും ചെയ്യുന്നല്ലേ പറഞ്ഞേ. കുറച്ച് ഉപ്പ് കൂടിയ മോര് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് കുറച്ചു കൂടിയെന്നോ? ഇത്രയും ഉപ്പിട്ട് ആർക്കെങ്കിലും കുടിക്കാൻ പറ്റുമോ? ഇത് വൈദേഹിക്ക കൊടുത്തെങ്കിൽ അവൾ അത് കുടിക്കും. ഉപ്പ് മാത്രമല്ല, വിഷം കൊടുത്താലും കുടിക്കും. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറാ. അതാണ് നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ മഹാറാണി ആവാനുള്ള അർഹതയും അവൾക്ക് തന്നെയാ, നിനക്കല്ല. നിന്നെ ഇവിടെ ആരെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതിന് പദവി സ്ഥാനം ഒന്നും വേണ്ട. സ്വഭാവം ഒന്ന് മാറ്റിയാ മതി. അപ്പോ എല്ലാം നിന്റെ കാൽക്കലെത്തും. ദേവിടാ, ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ദാ ഈ പാലുടിച്ചേ. ഇതൊക്കെ നീ എന്തിനാ എടുത്തോണ്ട് വരുന്നേ? ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ ദേവേട്ടാ. അതുമല്ല, ദേവേട്ടന്റെ മുറിവ് ഉണങ്ങുന്നത് വരെ ദേവേട്ടൻ ഒരു പണിയും ചെയ്യരുത്. ദേ പാലുടിച്ചേ. നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഉള്ളു മുഴുവൻ ഇങ്ങനെ നീറി പുകഞ്ഞോണ്ടിരിക്കുക. അതിനൊരു ശമനം കിട്ടുമെന്ന് നോക്കിയാ ഞാൻ ഈ തണുത്ത അന്തരീക്ഷത്തിൽ വന്ന് നിന്നേ. നീ ആ അമ്പിളിയമ്മാവനെ കണ്ട? എന്ത് രസാ നോക്കി നിൽക്കാൻ. അതെത്ര നോക്കിയാലും കൊതി തീരില്ല നമ്മുടെ. ശരിയാ ദേവേട്ടാ, എത്ര നേരം നോക്കി നിന്നാലും കൊതി തീരില്ല. അമ്മേ, അമ്മേ, കുഞ്ഞാവേ. വൈദേഹി, ദേവേട്ടാ, വാവ സംസാരിക്കുന്നുണ്ട് ദേവേട്ടാ. അതെയോ? അതെ ദേവേട്ടാ. ദേവേട്ടിനത് കേട്ടില്ലേ? ഇല്ല, കേട്ടില്ല. അമ്മയുടെ മോളോട്ടി. അമ്മേ, ഇപ്പൊ കേട്ടായിരുന്നോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മോളോട്ടി, ഇപ്പൊ നമ്മളൊരു കടമ്പ കടന്നതേ ഉള്ളൂ. വീണ്ടും എന്ത് ആപത്താ വരുന്നത് മോളെ? പറയും മോളോട്ടി. ആപത്തൊന്നും ഇല്ല അമ്മേ. എനിക്ക് അമ്പിളിയമ്മാവനെ വലിയ ഇഷ്ടവാ. അതെയോ? ദേവേട്ടാ, ഇപ്പോ നമുക്കൊരാപത്തും ഇല്ലാന്ന്. നമ്മളെ പോലെ തന്നെ അവൾക്ക് അമ്പിളിയമ്മാവന് ഒരുപാട് ഇഷ്ടാണെന്ന്. ആയിരിക്കും, കുഞ്ഞാവ് പറഞ്ഞല്ലേ. മാനത്തെ അമ്പിളിയമ്മാവനെ ഇഷ്ടമല്ലാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ അമ്പിളിയമ്മാവനെ കാണിക്കുമ്പോ കുഞ്ഞുങ്ങളെല്ലാരും കരച്ചിൽ നിർത്തുന്നേ. എന്നിട്ട് കുസൃതി കാണിക്കാതെ മാമുണ്ണുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മോളും അങ്ങനെ ആയിരിക്കുമല്ലോ. ദേവേട്ടാ, ചോറുണ്ണുന്ന കാര്യം പറഞ്ഞപ്പോഴോർത്തെ. ആദ്യം പാല് കുടിച്ചേ, തണുത്തു പോവത്. ഞാൻ കുടിച്ചോളാം, കുറച്ച് നീയും കുടിക്കേ. ഞാൻ ദേവേട്ടനും കൊണ്ടുവന്നതല്ലേ, പിന്നെ എന്തിനാ എന്നോട് കുടിക്കാൻ പറയുന്നേ? ഇതിന്ന് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കുടിക്കണം. നീ കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കുഞ്ഞാവയ്ക്ക് നല്ലതാ. അല്ലെങ്കിൽ ചോദിച്ചു നോക്കി. കുഞ്ഞുവാവേ, അച്ഛൻ പറയുന്നത് കേട്ടോ നീ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് മുഴുവൻ അത് കുടിപ്പിക്കും. അമ്മയ്ക്ക് തരാണ്ട് അച്ഛന് മാത്രം എങ്ങനെയാ അമ്മ കുടിക്കാൻ പറ്റാ? അത് ശരി. അപ്പൊ നീയും അച്ഛന്റെ ആളല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? വാവ നിന്നോട് കുടിക്കാൻ തന്നെയല്ലേ പറഞ്ഞേ? അപ്പൊ കുടിച്ചോ. എന്നാ ആദ്യം ദേവേട്ടൻ കുടിക്കേ. കുടിക്കേ. ദേവേട്ടൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ദേവേട്ടാ പറഞ്ഞേ, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്താ കാണിക്കുന്നേ? എന്താ നീ ആള് കൊള്ളാലോ. ഞാനെന്തിനാ തുടച്ചിരുന്നേ? തുടച്ചു തരുന്നുണ്ടോ മോളൂട്ടി? അച്ഛനോട് പറഞ്ഞേ.
മോളൂട്ടി, നിന്റെ അച്ഛൻ എന്നെ കളിയാക്കുമ്പോ നീ ചിരിക്കുകയാണോ മോളെ? ദേവേട്ടാ, എനിക്കിത് തുടച്ചു തരുന്നുണ്ടോ? നീ പറ മോളൂട്ടി. കുഞ്ഞാവേ, അവള് നീ തന്നെ തുടച്ചാ മതി എന്ന് പറയും. അതല്ല ദേവേട്ടാ, വാവ എന്നോട് ഇത്രയും നേരം സംസാരിച്ചതാ, ഇപ്പതേ അവളെ ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞാവേ, എന്തു പറ്റി മോളെ? അതെന്താ അവള് സംസാരിക്കാത്തെ? എന്തെങ്കിലും പറ്റിയോ? ദേവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഏയ്, എവിടേക്കാ വൈദേഹി? ഒന്ന് പുറത്തേക്ക് പോവാൻ വന്നേ. ഇവിടെ വെച്ച ദേവേട്ടാ, ഇവിടെ വെച്ച സംസാരിച്ചേ. കുഞ്ഞാവേ, ഇപ്പൊ സംസാരിച്ചേ. അമ്മേ, എന്തു പറ്റി വൈദേഹി? കുഞ്ഞാവ് ഇപ്പോഴും മിണ്ടുന്നില്ല? ഇല്ല, ഇപ്പൊ മിണ്ടില്ല ദേവേട്ടാ. അതെന്താ മിണ്ടാത്തെ? ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നല്ലേ? ദേവേട്ടനൊന്ന് മേളിലേക്ക് നോക്കിയേ. അമ്പിളിയമ്മാവനെ മേഘങ്ങൾ വന്ന് മൂടിക്കഴിഞ്ഞു. അതുകൊണ്ട് കുഞ്ഞാവ, അമ്പിളിയമ്മാവൻ ഉള്ളപ്പോഴേ സംസാരിക്കൂ ദേവേട്ടാ. അതാണല്ലേ കാര്യം. അപ്പൊ നീ ഇവിടെ വന്ന് നിൽക്കുമ്പോ മാത്രമാണ് കുഞ്ഞാവ നിന്നോട് സംസാരിക്കുന്നേ. എന്നാ മുറിക്കകത്ത് കയറിയ ഒന്നും മിണ്ടില്ല. ശരിയാ ദേവേട്ടാ. മേഘ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് മൂടിയേ? അമ്മയും മോളും തമ്മിൽ സംസാരിക്കുമ്പോഴാണോ? പോയി എവിടുന്ന്. അമ്മേ, മോളെ, ദേവേട്ടാ, കുഞ്ഞുവാവ സംസാരിച്ചു. ഇനി എന്റെ വാവ എന്നോട് സംസാരിക്കണമെങ്കിൽ അമ്പിളിയമ്മാവിന്റെ അടുത്ത് വരണം. അതെ അമ്മേ, പാല് കുടിച്ചില്ലായിരുന്നോ? അപ്പ ആ പാല് ചുണ്ടയില് മീശ പോലെ പറ്റിയിരുന്നപ്പോഴാ അച്ഛൻ ചിരിച്ചേ. നീ ഇപ്പൊ എന്തിനാ ചിരിച്ചേ? കുഞ്ഞി മീശ തുടച്ചു തരാൻ പറഞ്ഞത് കേട്ടില്ലേ ദേവേട്ടൻ? തുടച്ചെന്നേ. തുടക്കി ദേവേട്ടാ. ശരി. എന്താ എന്താ പറഞ്ഞ? വരുൺ, മതിയുടെ നിർത്ത്. അയ്യോ, എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. സ്വഭാവം മാറാൻ മോരിൽ ഒത്തിരി ഉപ്പിട്ട് കൊടുത്തത്രേ. നിനക്കത് കുടിച്ചൂടായിരുന്നു ഓർമ്മല്ലേ? ചിലപ്പോ നിനക്കും മഹാറാണി ആവാൻ സാധിച്ചിരുന്നെങ്കിലോ? മതി, നിർത്തിക്കേ. എന്നെ കണ്ടിട്ട് എന്താ നിനക്ക് കോമഡി പീസായിട്ട് തോന്നുന്നോ? എനിക്കല്ല, നിന്റെ സ്വന്തം കെട്ടിയവനാ നീ ഒരു കോമഡി പീസ്. നിനക്ക് മഹാറാണി ആവണോന്ന് പറഞ്ഞപ്പോ അവൻ നിനക്കിട്ടൊന്ന് ആക്കിയതല്ലേ മോളെ? എന്നാലും ഇത് ചോദിച്ചാ കിട്ടുന്ന കാര്യമാണോ? പിടിച്ചു മേടിക്കണ ഊർമിളെ. അതിനുള്ള വഴികളും നമ്മൾ നോക്കുന്നുണ്ടല്ലോ. നീ എന്തിനാ വെറുതെ അവന്റെ കാല് പിടിക്കാൻ പോയത്? ഒരിക്കലും ഞാൻ അജയനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നായിരുന്നല്ലോ അയാളുടെ പരാതി. അപ്പൊ അജയൻ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. നിന്റെ ഭർത്താവ് ചിന്തിക്കാൻ പോകുന്നത് അവന്റെ അനിയനെ കുറിച്ചും അവന്റെ ഭാര്യയെ കുറിച്ചും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചും ആയിരിക്കും. നീ അവന്റെ മനസ്സിൽ പോലും ഇല്ല. ഭർത്താവിന്റെ കാല് നേരെ ആയപ്പോ സാരി തുമ്പി കെട്ടിയിട്ടാ ഇവളുടെ താളത്തിനൊത്ത് അവൻ തുള്ളോന്നുള്ള വിചാരമായിരിക്കും അമ്മേ. ഊർമിളെ, വീൽ ചെയറിൽ അനങ്ങാൻ പറ്റാതെ ഇരുന്നപ്പോ നിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയല്ലേ അവൻ ഇപ്പൊ നിന്നെ തിരിഞ്ഞു നോക്കാൻ പോകുന്നത്. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. ഇനി ഒരിക്കലും അജയൻ എന്നെ പരാതി പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചു. അയാളുടെ കാര്യം അങ്ങോട്ട് വിട്ടുകള. ഇനി അങ്ങോട്ട് നമ്മുടെ കാര്യം എന്താന്ന് മാത്രം ചിന്തിക്ക്. അതിനു മുമ്പൊരു കാര്യമുണ്ട്. നമ്മുടെ പ്ലാനുകളെല്ലാം അവരെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ സാധിക്കും? നിന്റെ വല്യച്ഛന്റെ ആത്മാവായിരിക്കുന്നു കരുതി അതിനെ പിടിച്ച് തളച്ചിട്ടു. ഇപ്പതേ അവള് വയറ്റി കിടക്കുന്ന കുഞ്ഞാ രക്ഷിച്ചെന്നല്ലേ പറയുന്നത്. ഇവളൊക്കെ ഈ ഭൂമി തന്നെയാണോ ജീവിക്കുന്നത്? കാര്യം എന്താന്ന് പിടിച്ചെടുക്കാൻ എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്.
ദേ ഈ മൈക്രോഫോൺ ഞാൻ അവരുടെ മുറിയിൽ സെറ്റ് ചെയ്യും. അവിടെ വൈദേഹിയും ദേവനും കൂടി സംസാരിക്കുന്ന ഓരോ വാക്കും ഇവിടെ സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് മുമ്പത്തെ പ്ലാൻസ് പോലെ ഇതും നമ്മുടെ നേരെ തിരിയില്ലല്ലോ. ഇതിൽ അതിനെങ്ങനെ തിരിയാനാ ഊർമിള? ആദ്യം നീ ഇങ്ങനെ പറയും, പക്ഷെ കുറെ അനുഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനി വയ്യ. ഇനി ഒരിക്കൽ കൂടി റിവേഴ്സ് ആയാൽ ചിലപ്പോ എന്റെ ജീവൻ പോവും. എവിടെയാ നമുക്ക് തെറ്റുപറ്റുന്നത്? അതുകൊണ്ട് എന്തും ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം നമ്മൾ ആലോചിക്കണം. എന്നിട്ട് മതി അടുത്ത പ്ലാൻ. 100 വട്ടമല്ല, 1000 വട്ടം ആലോചിച്ചിട്ടാ ഞാൻ ഈ പ്ലാൻ ഉണ്ടാക്കിയത്. കുറച്ചു നാളായിട്ട് നമ്മുടെ എല്ലാ പ്ലാനും അവരെ നേരത്തെ കൂട്ടി അറിയുന്നുണ്ട്. ഇനി അവരുടെ രഹസ്യങ്ങൾ നമ്മൾ അറിയണം. ഈ കാര്യത്തിൽ നമ്മൾ വിജയിച്ച പിന്നെ എല്ലാം നമ്മുടെ കയ്യിലാ. അവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്നാലേ ഇനി എന്തിനാ താമസിപ്പിക്കുന്നേ? എന്താന്ന് വെച്ചാ വേഗം ചെയ്. ഈ സ്പീക്കറിലായിരിക്കും കേൾക്കുക. ബി കെയർഫുൾ. യു ബി കെയർഫുൾ, ഓക്കെ? ഇനി പേടിക്കേണ്ട കാര്യമില്ല ഊർമിളെ. എല്ലാ നായ്ക്കും ഒരു നാളുണ്ടാവുമെന്ന് പറയില്ലേ? നമുക്കും അതുപോലെ ഒരിക്കലെങ്കിലും ജയിക്കാൻ പറ്റും. അല്ല, നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നേ? പണിക്കാരോട് പറഞ്ഞാ പോരെ? സാരല്ലേ എന്തുമേ, ഈ പാല് എനിക്ക് വേണ്ടിയുള്ളതല്ല, ദേവേട്ടന് വേണ്ടിയാ. എന്തോ തിരക്കിട്ടാണ് ജോലിക്ക് പോവാ. ജോലി കയറിക്കഴിഞ്ഞാ വിശപ്പും ദാഹൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാ ഈ പാല് കുടിക്കട്ടെ എന്ന് വെച്ചേ. ഉം. ഓക്കെ അരമണിക്കൂറുള്ളിൽ ഞാൻ ദേവേട്ടാ, എത്തും. ദേവേട്ടാ, ഈ പാല് കുടിച്ചിട്ട് പോയിക്കോ. വൈദേഹി, നിന്റെ കാലിനെന്താ ഏയ് പറ്റിയെ? ഒന്നുമില്ല ദേവേട്ടാ. നീ ഒന്ന് ഇവിടെ ഇരുന്നേ, ദേവേട്ടാ, ഞാനൊന്ന് നോക്കാം. ദേവേട്ടാ, ഇരിക്ക്. എവിടെ നിന്റെ കാല് കാണിച്ചു? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊന്നും പറ്റിയില്ല എന്നാ പറയുന്നേ? ചുമ്മാ ഓരോന്നും. അയ്യോ, നല്ല നീരുണ്ടല്ലോ. ദേവേട്ടാ, ഗർഭിണികൾക്ക് കാലിൽ നീര് വെക്കുന്നതൊക്കെ സാധാരണയാ. കൂടുതലൊന്നും പറയണ്ട, നിനക്കൊന്നും അറിയില്ല. എന്ത് പറ്റിയടാ ദേവാ? ഇത് നോക്കിക്കേ, എന്തു വൈദേഹിയുടെ കാല് മൊത്തം നീര് വെച്ചിരിക്കുക. എന്നാ ഇവളാണെങ്കിലോ ഇതൊന്നും കാര്യാക്കാതെ മുടന്തി ഇതിലെല്ലാം നടന്നോണ്ടിരിക്കുക. ഈ സമയത്ത് ഇങ്ങനെ നീര് വെക്കുന്നത് സാധാരണയല്ലേ എന്തോമ്മേ? ദേവേട്ടൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത് ശരിയാടാ ദേവാ. കുറച്ച് എണ്ണ തേച്ച് ചൂടുവെള്ളം പിടിച്ചു കൊടുത്താ മതി, താനും അത് തന്നെ. മാറിക്കോളും. എന്നാ പിന്നെ അത് ചെയ്യേണ്ടി എന്തോമേ? ലക്ഷ്മി, കുറച്ച് ചൂടുവെള്ളം എണ്ണ എടുത്തോണ്ട് വാ. ദേവാ, അതൊക്കെ ലക്ഷ്മി നോക്കിക്കൊള്ളു മോനെ. നീ എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതല്ലേ, പോയിട്ട് വാ. വൈദേഹിയുടെ കാലിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ സമാധാനത്തോടെ പോവാ? ലക്ഷ്മി, ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാ. ദേവേട്ടാ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ നോക്കിക്കോളാം, ദേവേട്ടൻ പോയിക്കോളൂ. നീ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയും. മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ വലിയ ശ്രദ്ധയാ, എന്നാ സ്വന്തം കാര്യത്തിലാണെങ്കിൽ ഒന്നും നോക്കുകയില്ല. ശരിയല്ലേ? ദേവാ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന? ലക്ഷ്മി ചെയ്തോളൂ എന്ന് ഞാനല്ലേ പറഞ്ഞ്. ഞാൻ ചെയ്ത അതിൽ എന്താണമ്മേ തെറ്റ്? ഓ വൈദേഹിയുടെ കാലിൽ ഞാൻ തൊടുന്നോണ്ടാണോ? നമ്മളുടെ കുടുംബത്തിന്റെ അനന്തരാവകാശി അച്ഛന്റെ സ്വപ്നത്തെയാണ് അവൾ അവളുടെ വയറ്റിൽ ഇങ്ങനെ ചുമന്നോട്ട് നടക്കുന്നത്. അവളുടെ ഈ കാലിൽ തൊടുന്നത് എന്റെ ഭാഗ്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് മാത്രമല്ല, വൈദേഹിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എന്റെ കടമ കൂടിയാ. വൈദേഹി, നീ മുറിയിലേക്ക് വാ, ചൂടുവെള്ളം അങ്ങോട്ട് കൊടുത്തയച്ചോളൂ. വൈദേഹി നിന്നോട് എഴുന്നേറ്റ് മുറിയിലേക്ക് വരാൻ പറഞ്ഞത് കേട്ടില്ലേ? വരൂ ദേവേട്ടാ. വേഗം വാ, പറയുന്നേക്ക്. ചെല്ലു മോളെ. ഈ മുറിയുടെ ഏത് കോണി വെച്ചാലും അവരെ സംസാരിക്കുന്നത് വൃത്തിയായിട്ട് കേൾക്കാം. പക്ഷെ അവരത് കാണാത്തടത്ത് വെക്കണ്ടേ? യാ, ഇവിടെ വച്ചേക്കാം. നീ വെച്ചു കഴിഞ്ഞോ? വെച്ചു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. മൈക്കിനെ കുറച്ച് ദൂരത്തേക്ക് ചെന്ന് സംസാരിക്കാം. ഫോണിലല്ല, സ്പീക്കറിൽ കേട്ടു നോക്ക്. ശരി, ചെറിയമ്മ ഒന്ന് ഓൺ ചെയ്തേ.
ദേവേട്ടാ ഇന്ന് അവർ എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? എന്ത് പ്ലാൻ ചെയ്താലും നമുക്കെന്താ? അതൊക്കെ നമ്മൾ നേരത്തെ അറിയില്ലേ? പക്ഷെ ഇത് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് അവരെങ്ങാനും അറിഞ്ഞാ എന്ത് ചെയ്യും ദേവേട്ടാ? എന്ത് ചെയ്യാനാ? അവര് നമ്മളെ പട്ടിയെ പോലെ തല്ലിക്കൊല്ലു. ചെറിയമ്മയുടെ മോന്റെ ഓവർ ആക്ഷൻ കൂടുന്നുണ്ട്. ഹലോ, സ്പീക്കറിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ബഹളം മുഴുവൻ ഇവിടെ കേൾക്കുന്നുണ്ട്. അവര് കണ്ട അലക്കി പിഴിഞ്ഞ് ഉണങ്ങാനിടും. ഇവിടെ ഞങ്ങൾക്കെല്ലാം കേൾക്കാം. നീ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. എന്നെ പിടിക്കാനോ? നോ വേ. ഇവിടെ ഞാൻ മൈക്രോഫോൺ വെച്ച കാര്യം അവരൊരിക്കലും അറിയില്ല. അവരിവിടെ പറയുന്ന ഓരോ കാര്യവും നമുക്ക് അപ്പപ്പോ അവിടെ സ്പീക്കറിലിരുന്ന് കേൾക്കാം. ഇതോടുകൂടി നമ്മുടെ പ്ലാൻസ് അവരെങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. എല്ലാം ഞങ്ങൾ എങ്ങനെ നേരത്തെ അറിയുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ഈ ചക്രശ്വാസം വലിക്കുന്നത്? ദേവേട്ടാ, ഒന്ന് പെട്ടെന്ന് വന്നേ. അയ്യോ, വൈദ്യുതി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ ഇവിടുന്ന് മുങ്ങും? നിന്നെ കൈ കിട്ടട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക്. വൈദേഹി അവിടെ ഇരിക്കെ. ദേവേട്ടാ, അവരുടെ പ്ലാൻസ് നമ്മളെങ്ങനെ ഇത് നേരത്തെ അറിയുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടിയായത്. ഇനി തൊട്ട് നമ്മള് ഈ മുറിയിൽ നിന്ന് എന്ത് സംസാരിച്ചാലും അവർക്ക് അവിടെ കേൾക്കാൻ പറ്റും. അല്ല, ഇവരെന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ കാര്യം പിടികട്ടെ. അവരെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ശരി. അതിരിക്കട്ടെ വൈദേഹി, നീ എന്തിനാ ഈ ബീൻ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ദേവേട്ടാ, അത് പിന്നെ ഇവിടെയുള്ള പൊടിയെല്ലാം തൂത്തുവാരിയിട്ട് ഞാൻ ആ ബാഗിനകത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഓ, അത് ശരി. ഒരു ചെറിയ മണം ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് ഈ ബാഗ് ക്ലോസ് ചെയ്തേക്കാം. അയ്യോ, ബാഗ് ക്ലോസ് ചെയ്യാൻ പോകണം. അയ്യോ, ഇവരിത് ക്ലോസ് ചെയ്ത് കളഞ്ഞല്ലോ. ഇവര് പറയുന്ന കേൾക്കാൻ വന്നിട്ട് ശ്വാസം മുട്ടി ചാവുമല്ലോ. വിനയം വന്നു കഴിയുമ്പോ വിനയനോട് നമുക്ക് ഇത് ആ വേസ്റ്റ് കുഴി കൊണ്ടിടാൻ പറയാം. നീ ഇവിടെ ഇരിക്കണ്ട വൈദേഹി. നോക്ക്, കാലിന് നല്ല നീരുണ്ട്. ഞാൻ ചൂട് വെച്ച് തരാം. ഭാര്യയുടെ കാല് പിടിക്കുക. ശരിക്കുള്ള കാര്യം എപ്പോഴാണാവോ സംസാരിക്കുക? അവിടെ പറയുന്ന നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഏതെങ്കിലും ഒരു സമയത്ത് അവര് സംസാരിക്കുമല്ലോ, അപ്പൊ നമ്മളത് മിസ് ചെയ്യാതെ കേൾക്കണം. വരുൺ എവിടെ? അവനെ ഇതുവരെ കണ്ടില്ലല്ലോ ചെറിയമ്മ. ഇനി അവനെങ്ങാനും അവര് പിടിച്ചോ? പിടിച്ചിരുന്നെങ്കി ഇപ്പൊ അവിടെ വലിയ ബഹളാവില്ലായിരുന്നു. ഇങ്ങനെ ഭാര്യയുടെ കാലും മസാജ് ചെയ്തുകൊണ്ട് അവനവിടെ ഇരിക്കോ? അതും ശരിയാ. ആദ്യം ഇവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. അതെ വൈദേഹി, ഇന്ന് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. ഇല്ല ദേവേട്ടാ, അതിന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. എവിടെ സമയമുണ്ടെന്നാ? നേരം വെളുക്കുമ്പോ അവരെന്തെങ്കിലും ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കും. അതെന്താന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചാലല്ലേ തിരിച്ച് അവർക്കിട്ട് തന്നെ പ്രയോഗിക്കാൻ പറ്റൂ. ഇങ്ങ് വാ പ്രയോഗിക്കാൻ. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ കാര്യം പിടിച്ചെടുക്കുന്നതെന്ന് അറിയട്ടെ. എന്നിട്ട് വേണം നിങ്ങളുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ. വൈദേഹി, അല്ല, അത് നമുക്കത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതെങ്ങനെയാ ദേവേട്ടാ? ദിവസവും ദേവേട്ടനല്ലേ ആ ക്രീം ഉണ്ടാക്കാറുള്ളത്? എന്നിട്ട് ആ ക്രീം എന്റെ ചുണ്ടിൽ പുരട്ടിയാലല്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ ഇതാണല്ലേ കാര്യം. ചുണ്ടിൽ എന്തോ ക്രീം പുരട്ടുന്നുണ്ട്. അതെന്തായിരിക്കും ഊർമിളെ? ഒന്ന് മുഴുവനും കേൾക്കട്ടെ ചെറിയമ്മേ, അതിനെക്കുറിച്ച് അവര് സംസാരിക്കുമല്ലോ. അത് ശരിയാ. ആ ക്രീം ഉണ്ടാക്കിയെടുക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. സ്വാമിജി അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നായിരുന്നല്ലോ. ഭസ്മത്തിനകത്ത് ആ വെളുത്ത തൈലവും ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കണം. നിക്ക്, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി ദേവേട്ടാ. ദേ വൈദേഹി, ഞാൻ ആ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തെ നല്ല പശയുള്ള കുറച്ച് കെമിക്കൽസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാണാൻ ഇതൊരു ക്രീമാണെന്നേ തോന്നും, പക്ഷെ ഇതെങ്ങാനും ചുണ്ടേ തേച്ച് ഒട്ടിപ്പോയാ പിന്നെ അത് ഓപ്പൺ ആക്കാൻ കുറെ കഷ്ടപ്പെടും. ദാ വൈദേഹി, നീ ആദ്യം ഈ ക്രീം അങ്ങ് തേക്ക്. എന്നിട്ട് ഇന്നത്തെ അവരുടെ പ്ലാൻ എന്താണെന്നൊന്ന് പറ. ശരി ദേവേട്ടാ, അതിനാദ്യം ഞാനിത് ശരിക്ക് തേക്കട്ടെ. അല്ല ദേവേട്ടാ, ഇത് ആര് ചുണ്ടി തേച്ചാലും അവർക്ക് പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുമോ? അതാണല്ലോ വൈദേഹി ഈ ക്രീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.